ഇൻസ്റ്റഗ്രാം കിങ്ങായി ദുൽഖർ സൽമാൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയോ എന്ന കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഇൻസ്റ്റഗ്രാം കിങ്ങായി ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാനെ കുറിച്ചുള്ള ഓരോ വാർത്തകൾക്കും വലിയ അപ്ഡേറ്റുകൾക്കുമെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആരാധകരും. പ്രത്യേകിച്ച് അദ്ദേഹം കുറച്ചു കാലമായിട്ട് മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു വരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നഹാസ് ഹിദായത്തിന്റെ ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ, ഗെയിം ത്രില്ലർ ജോണറിലുള്ള ഒരു കിടിലൻ സിനിമ അദ്ദേഹം നമുക്ക് വേണ്ടി അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം ഇന്ത്യ കണ്ട വലിയൊരു പാൻ ഇന്ത്യൻ റിലീസ് തന്നെ ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം മലയാളത്തിൽ ഇന്നോളം വന്ന ഒരു താരത്തിനും കിട്ടാത്തത്ര ജനസ്വീകാര്യത എല്ലാ ഡിസ്ട്രിക്റ്റുകളും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ തന്നെ കിട്ടുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു കേരള താരം എന്നതിനേക്കാൾ ഉപരി ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന ലെവലിൽ തന്നെ വളർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ്. തെലുങ്കിൽ അദ്ദേഹം നേടിയെടുത്ത വൻ വിജയങ്ങൾ നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വാർത്ത വന്നിട്ട് കുറച്ചു കാലമായി എങ്കിലും നിങ്ങളുമായി ഇതൊന്ന് പങ്കുവെക്കണമെന്ന് കരുതി. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിൽ കിങ് ആയി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയും മോഹൻലാലുമല്ല, ഇൻസ്റ്റഗ്രാം കിങ് ആയി മാറിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം DQ ആണ്. തൊട്ടു പിന്നാലെ സർപ്രൈസ് എൻട്രിയുമായി മറ്റൊരു താരവുമുണ്ട്. അതാരെന്ന് നമുക്ക് നോക്കാം. നടൻ ദുൽഖർ സൽമാനാണ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെന്ന് പറഞ്ഞുവല്ലോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സിനിമാ താരങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് എന്നും എപ്പോഴും ഉള്ളത്. ആരാധകരുമായി സംവദിക്കാനും തങ്ങളുടെ പുതിയ സിനിമകളെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കാനുമായി താരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പൊതുവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സുള്ള താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഇപ്പോൾ ദുൽഖർ തന്നെയാണ്. താരങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നടൻ ദുൽഖർ സൽമാനാണ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. 15.1 മില്യൺ ഫോളോവേഴ്സ് ആണ് ദുൽഖറിന് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടുന്ന സമയത്തുള്ളത്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കാം. തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണുള്ളത്. 8.3 മില്യൺ ഫോളോവേഴ്സ് ആണ് ടൊവിനോയ്ക്കുമുള്ളത്. ഈ ഒരു കാലയളവിൽ അതിനുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ 16ഉം 20ഉം ഒക്കെ ആയേക്കാം. 8 എന്നുള്ളത് 10 ആയേക്കാം. എല്ലാം വ്യത്യസ്തതകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ലിസ്റ്റിൽ 5ഉം 3ഉം സ്ഥാനങ്ങളിലാണുള്ളത്. 6 മില്യൺ ഫോളോവേഴ്സുമായി മോഹൻലാൽ 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചപ്പോൾ 4.8 മില്യൺ ഫോളോവേഴ്സാണ് മമ്മൂട്ടിയുടെ നേട്ടം. അതേസമയം നിവിൻ പോളി, കുഞ്ചാക്കോ ബോബൻ, ഉണ്ണിമൂതൻ എന്നിവരെ പിന്തള്ളി നടൻ അജു വർഗീസ് മുന്നിലെത്തിയിട്ടുള്ള അത്ഭുതകരമായ ഒരു കാഴ്ചയും നമുക്ക് കാണാം. 3.6 മില്യൺ ഫോളോവേഴ്സാണ് അജുവിന് ഇപ്പോൾ ഉള്ളത്. 10 പേരടങ്ങുന്ന ലിസ്റ്റിൽ 6ാമതായിട്ടാണ് താരം നിലവിലുള്ളത്. നിവിൻ പോളിക്ക് 3.1 മില്യനും കുഞ്ചാക്കോ ബോബിന് 2.9 മില്യനും ഫോളോവേഴ്സ് ആണ് ഉള്ളത്. 2.8 മില്യൺ ഫോളോവേഴ്സുമായി ഉണ്ണിമൂതൻ 10ാം സ്ഥാനത്ത് തുടരുകയാണ്. ഏതായാലും വലിയൊരു വേട്ട തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഇരുവരും ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നേട്ടം മമ്മൂട്ടി, മോഹൻലാൽ എന്നീ താരങ്ങളെ കേന്ദ്രീകരിച്ച് നിന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു മാറ്റം കൊണ്ടുവരാൻ എന്തുകൊണ്ടും കൽപ്പുള്ള താരമായി ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന ഒറ്റയാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. DQവിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നഹാസ് ഹിദായത്തിന്റെ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറുമോ, അതോ മുന്നു വന്ന കിങ് ഓഫ് കൊത്തയെ പോലെ പ്രതീക്ഷകൾ നമ്മളുടെ തല്ലിക്കെടുത്തി നിരാശയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. നഹാസ് ഹിദായത്ത് എന്ന സംവിധായകനിൽ പ്രതീക്ഷയുണ്ട്. DQവിന്റെ ഇപ്പോഴുള്ള സെലക്ഷനിലും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതൊരു പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഹിറ്റ് തന്നെ ആ സിനിമ ഉണ്ടാക്കിയെടുത്തേക്കാം എന്ന് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.